ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എഡക്സി ലേണിംഗ്. ക്യാറ്റ് എക്സാമിൻ്റെ ഈ വർഷത്തെ 2025 നവംബറിൽ നടക്കാൻ പോകുന്ന ക്യാറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ആയിട്ട് ക്യാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുക. മാസ്റ്റർ ക്യാറ്റ് പ്രോഗ്രാം, കോച്ചിങ് പ്രോഗ്രാം ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം നിങ്ങൾ ക്യാറ്റ് മാത്രമല്ല, ക്യാറ്റ്, CUT-PG, സ്നാപ്പ്, എൻമാറ്റ് തുടങ്ങിയ MBA-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻട്രൻസ് എക്സാംസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാസ്റ്റർ ക്യാറ്റ് ബാച്ചിൽ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രധാനമായിട്ടും ക്യാറ്റ് എക്സാം എന്താണ് ക്യാറ്റ് എക്സാം, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത്. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്നാണ് ക്യാറ്റിൻ്റെ പ്രധാനപ്പെട്ട പേരെന്ന് പറയുന്നത്. കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM-ലോട്ടാണ്, ഇന്ത്യയിലെ IIMs-ലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്യാറ്റ് പ്രധാനമായിട്ടും എൻട്രൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ PGP കോഴ്സുകൾ, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്, അതായത് നമ്മുടെ MBA കോഴ്സുകളിലേക്കാണ് പ്രധാനമായിട്ടും ക്യാറ്റ് എക്സാം കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ IIT-ലെ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ MBA പ്രോഗ്രാംസ്, NITs, ഒരുപാട് ഓട്ടോണമസ് കോളേജുകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ ഈ എക്സാംസ് എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ MBA പ്രധാനമായിട്ട് MBA ആസ്പിറൻസിന് MBA ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും എഴുതുന്ന എൻട്രൻസ് എക്സാം ആണ് എന്ത്, ക്യാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് അതിന്റെ ക്രൈറ്റീരിയാസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഡിഗ്രിക്ക് 50% മാർക്ക് മാത്രം മതി. ഡിഗ്രിക്ക് 50% മാർക്ക് മതി. അത് SC/ST കാറ്റഗറി ആണെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 45% മാത്രം നമ്മുടെ ബാച്ചിലേഴ്സിൽ UG-യിൽ നമ്മുടെ മാർക്ക് മതി. ക്യാറ്റ് എക്സാം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഓൺലൈനായിട്ട് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ എഡക്സി ലേണിംഗിലെ മാസ്റ്റർ ക്യാറ്റ് ബാച്ചിന്റെ പ്രോഗ്രാം ഓൺലൈൻ ആണ്. കാരണം ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് തന്നെ പഠിക്കുകയും വേണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കേസ് എക്സാം പാറ്റേൺ ആണ്. എക്സാം പാറ്റേണിൽ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ ഡ്യൂറേഷൻ 120 മിനിറ്റ് ആണ്. 3 സെക്ഷൻ ആയിട്ടാണ് ഈ ഒരു സംഭവം. അതായത് ക്യാറ്റിന്റെ നമ്മൾ നേരത്തെ സിലബസ് ഡിസ്കസ് ചെയ്ത വീഡിയോ ഉണ്ട്, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുമ്പോൾ അത് കാണാൻ പറ്റും. ഡീറ്റെയിൽസ് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് 3 സെക്ഷൻ, അതായത് വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ, അതുപോലെ ലോജിക്കൽ റീസണിംഗ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടം എന്ന് പറയുന്നത്. ഈ 3 സെക്ഷനാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, ക്യാറ്റില് എക്സാമിൽ ചോദിക്കുന്ന കേസുകൾ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസും ഇതാണ്. ഡ്യൂറേഷൻ 120 മിനിറ്റ് ആണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഈ 120 മിനിറ്റിൽ 66 ചോദ്യങ്ങളാണുള്ളത് ഓരോ സെക്ഷൻ. അതായത് VARC, വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്താണ്, 40 മിനിറ്റ് ഉണ്ടാവും. ക്വാണ്ടിന് 40 മിനിറ്റ് ഉണ്ടാവും. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ് അതിന് 40 മിനിറ്റ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 ടൈപ്പ് ചോദ്യങ്ങൾ നമുക്കുണ്ട്. 2 ടൈപ്പ് ചോദ്യങ്ങൾ, MCQ ചോദ്യങ്ങളുണ്ട്, തീറ്റ ചോദ്യങ്ങളുണ്ട്. MCQ നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ 3-4 ഓപ്ഷൻസ്, ഇവിടെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഈ 4 ഓപ്ഷൻസ്, അതുപോലെ തന്നെ ഒരു ചോദ്യം, അതാണ് MCQ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. MCQ ചോദ്യങ്ങൾ ശരി ഉത്തരവാണെങ്കിൽ 3 മാർക്കും, തെറ്റുത്തരവാണെങ്കിൽ -1. ഓക്കെ, ശരി ഉത്തരവാണെങ്കിൽ 3 മാർക്ക്, തെറ്റുത്തരവാണെങ്കിൽ -1. അങ്ങനെയാണ് MCQ ചോദ്യങ്ങളുടെ ഘടന. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞ് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. തീറ്റ ക്വസ്റ്റ്യന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഇൻ ദ ആൻസർ. അതാണ് തീറ്റ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടൈപ്പ് ഇൻ ദ ആൻസർ. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 17ഓളം ചോദ്യങ്ങളാണ് ഈ വർഷം ക്യാറ്റിന് നമുക്ക് എന്ത് ചെയ്യുന്നത്, തീറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഈ 17 ചോദ്യങ്ങളിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. തീറ്റ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്തില്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല. അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്റ്റുഡൻസിന് ഭയങ്കര ഒരു പ്ലസ് പോയിന്റാണ്. കാരണം 17 ചോദ്യം നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ നമുക്ക് ടെൻഷൻ അടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസ്. 3 ഷിഫ്റ്റിലായിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. 3 ഷിഫ്റ്റിൽ, മോർണിംഗ് 8:30 to 10:30, 8:30 തൊട്ട് 10:30 വരെ. ആഫ്റ്റർനൂൺ 12:30 തൊട്ട് 2:30 വരെ. ഈവനിങ് 4:30 to 6:30. ഇങ്ങനെ 3 ഷിഫ്റ്റിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ഒന്നും കൂടെ നമ്മളൊന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം, എക്സാമിന്റെ ഡ്യൂറേഷൻ 120 മിനിറ്റ്, അതായത് 2 മണിക്കൂറാണ്. 40 മിനിറ്റ് ആണ് ഓരോ സെക്ഷനും. DALR, VARC, ക്വാണ്ട് 3 ഏരിയാസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഓരോ സെക്ഷനും 40 മിനിറ്റ് വീതം ഉണ്ട്. 2 ടൈപ്പ് ചോദ്യങ്ങളാണുള്ളത്, MCQ, തീറ്റ ചോദ്യങ്ങളും. MCQ ആണെങ്കിൽ ശരി ഉത്തരത്തിന് 3 മാർക്കും, തെറ്റുത്തരവാണെങ്കിൽ 1 മാർക്ക് നെഗറ്റീവ് മൈനസും പോകും. തീറ്റ ചോദ്യങ്ങളാണെങ്കിൽ ഏകദേശം 17ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല, 3 മാർക്ക് ശരി ഉത്തരത്തിന് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഈ വർഷം പ്രധാനപ്പെട്ട ഡേറ്റ്സ്, ക്യാറ്റിന്റെ പ്രധാനപ്പെട്ട ഡേറ്റ്സ് ആണ്. ക്യാറ്റ് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലെ?
അപ്പോൾ പ്രധാനപ്പെട്ട ഡേറ്റ്സ് ആണ് നമ്മൾ ഇനി പറയുന്നത്. ഓഗസ്റ്റ് 1-ാം തീയതി, അതായത് 2-3 ദിവസത്തിനാണ് എന്താവും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. സെപ്റ്റംബർ 13 വരെ, സെപ്റ്റംബർ 13 വരെ നമുക്ക് എന്തുണ്ട്, അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അഡ്മിറ്റ് കാർഡ് നമുക്ക് നവംബർ 5-ലേക്കാണ് വരുന്നത്. അഡ്മിറ്റ് കാർഡ് നമുക്ക് നവംബർ 5-ലേക്കാണ് വരുന്നത്. എക്സാം നവംബർ 30-ാം തീയതിയും റിസൾട്ട് ജനുവരി 1st വീക്കിലുമാണ് വരുന്നത്. ഓക്കെ, അതായത് ഇത്രയും സമയമുണ്ട് നമുക്ക് ക്യാറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനഫ് ആയിട്ടുള്ള ടൈം നമുക്കുണ്ട്. എല്ലാവരും ടെൻഷൻ അടിക്കുന്ന ഒരു കേസുണ്ട്, എങ്ങനെയാണ് ഈ എക്സാമിന് ഇത്രയും ഷോർട്ട് ഡ്യൂറേഷനിൽ നമ്മൾ പഠിക്കുന്നതെന്ന്. ക്ലിയർ ആയിട്ട് നമ്മൾ പറയാം. ടു Z കാര്യങ്ങൾ എഡക്സി ലേണിംഗിൽ പഠിപ്പിക്കുന്നുണ്ട്. മാത്സ്, ക്വാണ്ടിന്റെ ബേസിക്സ് തൊട്ടുള്ള കാര്യങ്ങൾ, LRDA ബേസിക്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷിന്റെ ബേസിക്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. റീഡിംഗ് കോംപ്രഹെൻഷന്റെ അടക്കം മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് എങ്ങനെയാണ് നമുക്ക് റീഡിംഗ് സ്പീഡ് കൂടേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറയും. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കേസും എഡക്സി ലേണിംഗിൽ പഠിക്കുമ്പോൾ ബേസിക്സ് തൊട്ട് ഞങ്ങൾ നിങ്ങളെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. ഓരോ ടൈപ്പും ഓരോ സെക്ഷനിലെയും സെപ്പറേറ്റ് ആയുള്ള ടെസ്റ്റുകൾ എഴുതി നമ്മൾ നമ്മുടെ വീക്ക് ഏരിയയും സ്ട്രോങ് ഏരിയ ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരിക്കും. വീക്ക് ഏരിയസ് എല്ലാം നമ്മൾ സ്ട്രോങ് ഏരിയ ആക്കി റെഗുലർ ആയിട്ട് ടെസ്റ്റ് എഴുതി റെഗുലർ ആയിട്ട് അസസ്മെന്റ് നടത്തി റെഗുലർ ആയിട്ട് പഠിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാംസിന് പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിന്റെ കാര്യം നവംബർ 30-ലേക്കാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഡേറ്റ്സും നവംബർ 30 ആണെങ്കിലും നമ്മൾ ഈ ഓഗസ്റ്റ് 1 ഫസ്റ്റ് വീക്കിൽ തന്നെ, ഓഗസ്റ്റ് 10-നകത്ത് നമ്മൾ ആപ്ലിക്കേഷൻസ് നമ്മൾ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കാരണം എൻ്റെ കറക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അത് ആദ്യം തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫോമിന്റെ കോസ്റ്റും കാര്യങ്ങളും നമുക്ക് പറയാം. ആപ്ലിക്കേഷൻ ഫോം SC ST അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റുള്ള ആൾക്കാരാണെങ്കിൽ 1300 രൂപയാണ്. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്ക്, ജനറൽ കാറ്റഗറി, OBC തുടങ്ങിയുള്ള കാറ്റഗറികൾക്ക് 2600 രൂപയും. ഓക്കെ, 1300 രൂപ SC ST കാറ്റഗറിക്കും, അല്ലാത്തുള്ളവർക്ക് ബാക്കിയുള്ള കാറ്റഗറിക്കും 2600 രൂപയാണ് പ്രധാനമായിട്ട് എക്സാമിന്റെ ഫീസ് വരുന്നത്. 170-ലധികം സിറ്റീസിൽ, ഇന്ത്യയിലെ 170-ലധികം സിറ്റീസിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ സ്റ്റുഡൻറ്റിനും 5 സിറ്റീസ് പ്രിഫർ ചെയ്യുകയും ചെയ്യാം. 5 സിറ്റീസ് പ്രിഫർ ചെയ്യുകയും ചെയ്യാം. ഓരോ സ്റ്റുഡൻറ്റിനും 5 സിറ്റീസ് പ്രിഫർ ചെയ്യാം. പിന്നെ ക്യാറ്റ് എക്സാമിന്റെ കീഴിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബി സ്കൂൾസ് അല്ലെങ്കിൽ ബിസിനസ് സ്കൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബി സ്കൂൾ എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്കൂളാണ്, നമുക്കറിയാം അല്ലേ. എന്നാലും ഞാൻ പറയുകയാണ്, IIMs ഉണ്ട്, FMS ഉണ്ട്, ISB, IITs, SPJIMR ഉണ്ട്, MDI ഉണ്ട്, IIFT ഉണ്ട്, TIS ഉണ്ട്, SIM ഉണ്ട്, SIM ബാംഗ്ലൂർ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ലോട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കൂടെ തന്നെ NITs ഒക്കെ ഉണ്ട് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാറ്റ് എക്സാം വേണ്ടി ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ എക്സാം ഡിഫിക്കൽട്ട് അല്ല. ഇതിനെ നമുക്ക് സിസ്റ്റമാറ്റിക്കലി സ്ട്രാറ്റജിക്കലി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സാം നമുക്ക് പഠിച്ച് ക്രാക്ക് ചെയ്യാനുള്ള സമയം നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഡേറ്റ്സ് നമ്മൾ മറക്കണ്ട. ഓഗസ്റ്റ് 1 എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. സെപ്റ്റംബർ 13 വരെ സമയമുണ്ട്. അത്രയും സമയത്തേക്ക് നമ്മൾ നീട്ടിക്കൊണ്ട് പോകരുത്. അഡ്മിറ്റ് കാർഡ് നവംബർ 5-ന് വരും, എക്സാം നവംബർ 30-നാണ്. ഓക്കെ, സോ കീപ് ലേണിംഗ് വിത്ത് എഡക്സി ലേണിംഗ്.